അല്ല, അതിനകത്ത് പ്രായോഗികമായിട്ടുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട്. മാത്രമല്ല, പുരുഷൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഷിജ പറഞ്ഞത്. വിവാഹത്തിന് മുമ്പ് ആ പെൺകുട്ടിയെ നേടിയെടുക്കുക എന്നുള്ളത് അവൻ്റെ ആവശ്യമായിരുന്നു. വിവാഹത്തിന് ശേഷം ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ഇപ്പോൾ ഞാനും എൻ്റെ അനുഭവത്തിലും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പ് മണിക്കൂറുകൾ സംസാരിക്കുമായിരുന്നു. രാവിലെ 2 മണി 3 മണി വരെയൊക്കെ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നത്, ഉറങ്ങുന്നതൊക്കെ 2 മണിക്കൂറായി. അപ്പോൾ ഞാൻ പറയും, ഇതൊക്കെ ഇപ്പോൾ സാധിക്കും, ഇത് കഴിഞ്ഞാൽ ഇത്രയും സമയം സംസാരിക്കാൻ സാധിക്കും. കാരണം ഉറക്കമെന്ന് പറയുന്ന ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള കാര്യമാണ്. വിവാഹത്തിന് മുമ്പ് നാം ചെയ്യുന്ന കാര്യങ്ങൾ അതേ ഇൻറ്റൻസിറ്റിയിൽ പിന്നീട് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് യാതൊരു നിർബന്ധമില്ലാതെ പ്രായോഗികമായി നടക്കുകയില്ല എന്ന് പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിൻ്റാണ്. അവനെ സംബന്ധിച്ച് ജോലി പ്രധാനപ്പെട്ട കാര്യമാണ്. അവൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ജോലി ചെയ്യുക, അതുവഴി സമ്പാദ്യം നേടുക, അതുവഴി ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആ ഒരു സൈക്കിൾ ഓഫ് തോട്ടിലാണ് പുരുഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ എപ്പോഴും വിളിക്കണം, എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം, എപ്പോഴും സംസാരിക്കണം, മണിക്കൂർ സംസാരിക്കണം എന്നുള്ളത് പ്രായോഗികമല്ലായിരിക്കാം. അപ്പോൾ ഈ ഒരു തോട്ട് പ്രോസസ്സിലൊരു എവിടെയോ ഒരു ഡിഫക്റ്റ് ഇല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡിഫക്റ്റ് ഇല്ല. അതല്ലെങ്കിൽ പങ്കാളിയോട് ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കി കൊടുക്കാനോ അതല്ലെങ്കിൽ പങ്കാളി സ്വയം മനസ്സിലാക്കാനോ ശ്രമിക്കേണ്ട ആവശ്യം. ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ മനസ്സിലാക്കലിൻ്റെ പ്രാധാന്യം പറഞ്ഞത്. അവളൊരു പെണ്ണായതുകൊണ്ടാണ് അവനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നത്. അവൾക്ക് അധികം ഒന്നും സംസാരിക്കേണ്ടതില്ല. പറഞ്ഞാൽ മതി. ചിലപ്പോൾ അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിളി മതി, മോളെ എന്നോ, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വിളി മതി. നീ ഓക്കെ അല്ലേ, അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിച്ചോ എന്നൊരു ചോദ്യം മതി. അധികം ഒന്നും സംസാരിക്കേണ്ടതില്ല. ഇതിന് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് കഴിയില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യൻ വിവാഹം കഴിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും മറന്നു പോകുന്ന കാര്യമാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കാരണം വേണമെങ്കിൽ ഓഫീസിൽ ചെല്ലുമ്പോൾ മെസ്സേജ് അയക്കാൻ ഞാൻ എത്തിയെന്ന്, അല്ലെങ്കിൽ ഉച്ചക്കൊന്ന് വിളിച്ചു വയ്ക്കാൻ ഭക്ഷണം കഴിച്ചോ എന്ന്, അല്ലെങ്കിൽ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് വേണമെങ്കിൽ അയക്കാം, അല്ലേ? അതെ. ഇങ്ങനെ ഇടയ്ക്ക് റിമൈൻഡേഴ്സ് ആയിരിക്കാം റാദർ ദാൻ ലോങ് കോൾസ്. അതെ അതെ. ലോങ് ആയിട്ട് വിളിച്ച് വിശേഷങ്ങൾ പറയുന്നതല്ലായിരിക്കും. അല്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് സ്റ്റിൽ റിമെമ്പറിങ് അബൌട്ട് മീ, ഞാനിവിടെ ഉണ്ട് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ സ്ത്രീ ചിന്തിക്കുന്നത്. ആങ്കിൽ വളരെ സെൻസായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ബന്ധം എത്രമാത്രം സ്ട്രോങ് ആണ്. പലപ്പോഴും എല്ലാം അവസാനം ചെയ്യുമ്പോഴാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഈ ബന്ധം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത്. എങ്ങനെയായിരിക്കും ആരോഗ്യകരമായ ബന്ധം നിലനിൽക്കപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വല്ലൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ വിവാഹബന്ധം അല്ലെങ്കിൽ ഈ ബന്ധം സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നു. ഈ കാര്യങ്ങളില്ലായെങ്കിൽ ഈ ബന്ധത്തിന് എന്തോ പ്രശ്നമുണ്ട്. അത് എപ്പോഴായിരിക്കും ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ആശയം മനുഷ്യർക്ക് ഉണ്ടാകുന്നുള്ളതാണ്. പലപ്പോഴും ഈ റിലേഷൻഷിപ്പിലല്ല, ഇപ്പോഴും പങ്കാളിയിൽ നിന്ന് പരാതികൾ എപ്പോഴാണോ ഉയർന്നു തുടങ്ങുന്നത് അവിടം മുതൽ ജാഗ്രത കാണിക്കണം. പങ്കാളി പരാതിപ്പെടുന്നുണ്ട്, പരിഭവപ്പെടുന്നുണ്ട്, നിരന്തരമായി ഇത് ആവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് അവൾ അന്വേഷിക്കുന്ന, നിങ്ങളിൽ നിന്ന് അവൾ തേടുന്ന എന്തോ അവൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് അവൾക്ക് കിട്ടുന്നില്ല. അവനും ഇപ്പോൾ ഒരു ആണിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ അവനും നിരന്തരമായി ആ ജീവിതത്തിൽ അസംതൃപ്തനാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ അന്വേഷിക്കുന്ന എന്തോ അവളിൽ നിന്ന് അവനും കിട്ടുന്നില്ല. അപ്പോൾ അസംതൃപ്തി തിരിച്ചറിയണമെങ്കിൽ എങ്ങനെയാണ് വഴി? ഒറ്റ വഴിയുള്ളൂ. അവർ പരാതിപ്പെടുന്നുണ്ടോ, അവരതിൻ്റെ പേരിൽ പരിഭവപ്പെടുന്നുണ്ടോ, അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാറുണ്ടോ? അങ്ങനെ വഴക്കോ പരിഭവങ്ങളോ പരാതികളോ പറയുമ്പോൾ അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ബന്ധം അധികം മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറയും. സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ അവിഹിതത്തിലേക്ക് പോലും ആ ആൾ എത്തിപ്പെടാനുള്ള കാരണമായി തീരുന്നതാണ്. കാരണം അവിഹിതം സംഭവിക്കുന്നത് തൻ്റെ കൂടെയുള്ള ആൾ തൻ്റെ ഇഷ്ടങ്ങളെ, തൻ്റെ ഫീലിങ്സിനെ അവഗണിക്കുന്നു എന്നുള്ളിടത്തുനിന്നാണ്. അവിഹിതത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് എന്താ? തൻ്റെ ഫീലിങ്സിനെ, തൻ്റെ വിഷമങ്ങളെ ആ ആൾ പരിഗണിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിഹിതത്തിൽ പരിഗണിക്കപ്പെടുന്നു, ഒരേ സമയം ജീവിച്ചു പോകുന്ന ആൾ അവഗണിക്കപ്പെടുന്നു എന്ന് ഒരു സാധ്യത നിലനിൽക്കുന്നിടത്തു നിന്നാണ് അവിഹിതം സംഭവിക്കുന്നത്. അവഗണനയോടുള്ള സ്വന്തം ജീവിതത്തിൽ അവഗണിക്കപ്പെടുന്നു, അവിഹിതത്തിൽ പരിഗണിക്കപ്പെടുന്നു, അംഗീകരിക്കപ്പെടുന്നു, അഭിനന്ദിക്കപ്പെടുന്നു. ആ വ്യക്തിയെ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ മിടുക്കിയാണ്, നിങ്ങൾ മിടുക്കനാണ്, നിങ്ങൾ കഴിവുള്ളവനാണ്, നിങ്ങൾ സുന്ദരനാണ്, സുന്ദരി, എന്തുമാകാം, അത് കിട്ടുന്നിടത്തേക്ക് അവർ പോകും. അപ്പോൾ നമുക്ക് ആ ആളെ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റില്ല. അംഗീകാരമാണ്, അല്ലെങ്കിൽ അംഗീകാരമാണ്. കൂടെ നിൽക്കുന്നയാളെ ചേർത്ത് പിടിക്കാൻ അധികം ഒന്നും അതിന് സമയം ചെലവഴിക്കേണ്ടതില്ല. ഒരു വാക്കുകൊണ്ട് മതി, ഒരു തലോടൽ കൊണ്ട് മതി, ഒന്ന് ചേർത്ത് പിടിക്കൽ കൊണ്ട് മതി, ഒരു ചുംബനം കൊണ്ട് മതി. അത്രേ ഉള്ളൂ, അത്രയൊക്കെ ആവശ്യമുള്ളൂ. അതുപോലും കഴിയാതിരിക്കുന്നിടത്ത് പിന്നെ എന്തിനവർ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു എന്ന ചോദ്യമുണ്ട്.
ആരോ എപ്പോഴോ വായിച്ചിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിവാഹം എന്ന് പറയുന്നത് ലൈംഗികതയ്ക്കുള്ള ലൈസൻസ് ആണെന്ന്. അതെ, ശരിയാണത്? വിവാഹം എന്ന് പറയുന്നത് ലൈംഗികതയ്ക്കുള്ള ലൈസൻസാണ് ആണിനെ സംബന്ധിച്ച്. ആണിനെ സംബന്ധിച്ച് അവൻ വിവാഹത്തിലേക്ക് കടക്കുന്നതിനുള്ള പ്രഥമ പ്രേരണ എന്ന് പറയുന്നത് ലൈംഗികതയാണ്. ആലോചിച്ച് തന്നെയാണ് ഉത്തരം പറയുന്നത്. രണ്ടാമത് പരിഗണനയും, രണ്ടാമത് പങ്കാളിത്തവും, അതായത് പങ്കിടുക, അവൻ്റെ ഇഷ്ടങ്ങളും ഫീലിങ്സും പങ്കിടുക. പക്ഷെ പ്രഥമ പരിഗണന ലൈംഗികത തന്നെയാണ് ഒരു ആണിനെ സംബന്ധിച്ച്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് വിവാഹത്തിലേക്ക് കടന്നു പോകുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പാർവതി തിരുവോത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുകയുണ്ടായി. അതിൽ പങ്കാളിയെ പറ്റിയുള്ള സങ്കല്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നൊരു ഉത്തരവുണ്ട്: എൻ്റെ നല്ല കൂട്ടുകാരനായിരിക്കണം, എൻ്റെ നല്ല സ്നേഹിതനായിരിക്കണം, എനിക്കെല്ലാം പറയാൻ കഴിയുന്ന എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം. ഇത് തന്നെയാണ് ഒരു പെണ്ണിൻ്റെ ഉള്ളിൽ പങ്കാളിയെ പറ്റി പറയാനുള്ള ആകെയുള്ള കാര്യം. അവൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അവളുടെ ഫീലിങ്സിനെ, അവളുടെ ഇഷ്ടങ്ങളെ, അവളുടെ സങ്കടങ്ങളെ, പ്രയാസങ്ങളെ, പ്രതീക്ഷകളെ, സ്വപ്നങ്ങളെ, ഇത് പങ്കിടാൻ പറ്റുന്ന ഒരു പങ്കാളി, ഒരു കൂട്ടുകാരൻ എന്ന നിലയിലാണ് ഒരു പെണ്ണ് തൻ്റെ പങ്കാളിയെ കാണുന്നത്. ഒരാൾ എന്നോട് ഇങ്ങനെ പറയാണ്ടായി, ഞങ്ങളുടെ ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു ബാറ്റിൽ ഫീൽഡാണ്. പുറത്തൊക്കെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത്, പക്ഷേ ബെഡ്റൂമിനകത്ത് ഞങ്ങൾ ഒരു വാദിയും പുതിയും പോലെ, ഒരു കോർട്ട് പോലെയാണ്, ഒരു കോടതി മുറി പോലെയാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയാം. ബെഡ്റൂം എന്ന ഒരേ സമയം സന്തോഷം നൽകുകയും ഒപ്പം തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ബെഡ്റൂമിലാണോ? അത് നമുക്ക് പ്രധാനമായിട്ടും ബെഡ്റൂമിൽ നിന്നല്ല ആരംഭിക്കുന്നത്, ബെഡ്റൂമിന് പുറത്താണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ അതൊരു മിത്താണ്. മിക്കവാറും ഒരു റിലേഷൻഷിപ്പ് പരാജയപ്പെടുന്നതിന് കാരണം തുടങ്ങുന്നത് ബെഡ്റൂമിൽ നിന്നാണെന്നുള്ളതൊരു മിത്താണ്. അതിലേക്ക് എത്തിക്കുന്നത്, ബെഡ്റൂമിൽ നിന്ന് പ്രശ്നം ആരംഭിക്കുന്നത് ആണിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും, പുരുഷൻ്റെ ഭാഗത്തു നിന്നായിരിക്കും, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. കാരണം അവന് വേണ്ടുന്നത് പ്രധാനമായിട്ട് എന്താണ്, അത് അവിടെ കിട്ടാതിരിക്കും. അവൾക്ക് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അവൾക്ക് കിട്ടേണ്ടത് അവൾക്ക് കിട്ടണം. അതെന്താണ്? സെക്സ് അല്ല. അവൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഈ വ്യക്തിയുടെ പരിഗണനയാണ്. ചെറുതെങ്കിലും അയാളുടെ അംഗീകാരമാണ്, സ്നേഹത്തോടെയുള്ള ഒരു വിളിയാണ്, ഒരു കേൾവിയാണ്. അത് കിട്ടാത്തിടത്ത് എങ്ങനെ അവൾക്ക് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റും? ഒരു പെണ്ണിന് അതിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൾ നിഷേധിക്കും. അല്ലെങ്കിൽ ഒരു 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 ജഡം പോലെ, ഒരു മൃതശരീരം പോലെ ഒരു വികാരങ്ങളില്ലാതെ കിടന്നു കൊടുക്കും. ചിലപ്പോൾ ഭയന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് അയാൾ പോകട്ടെ എന്ന് വിചാരിച്ചോ ചെയ്തു കൊടുത്തേക്കാം. പക്ഷെ അതിനപ്പുറം അപ്പോൾ അവൻ ആ ആനന്ദം കിട്ടില്ല. അവന് വേണ്ടുന്ന താൽക്കാലികമായ ആനന്ദങ്ങളാണ്. പെണ്ണിന് വേണ്ട ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഹാപ്പിനെസ്സാണ്, സന്തോഷമാണ്, സംതൃപ്തിയാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ബെഡ്റൂമിലല്ല ഈ പ്രശ്നം ആരംഭിക്കുന്നത്, ബെഡ്റൂമിന് പുറത്താണ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളാണ് കൂടുതൽ ഊഷ്മളമാക്കി മാറുന്നത്. തീർച്ചയായിട്ടും പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബ ബന്ധം അത്ര സന്തോഷകരമാകാനുള്ള സാധ്യത കുറവാണ്. അതെ. സന്തോഷമുള്ള കുടുംബങ്ങളാണ് കൂടുതലല്ല ഒരു മോഡറേറ്റ് ആയിട്ടുള്ള വഴക്കുകളും ഒപ്പം തന്നെ ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. ഈ വഴക്കുകൾ എവിടെ വരെ പോകാം, ഏത് കഴിഞ്ഞാലാണ് പ്രശ്നമായി മാറുന്നത്? അതിനൊരു വര വരയ്ക്കേണ്ടത് ആവശ്യമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വഴക്കുകൾക്ക് വര വരയ്ക്കേണ്ടത് രണ്ടുപേരും പരസ്പരം തിരിച്ചറിഞ്ഞ് വരയ്ക്കേണ്ട വരയത്. ഏതെങ്കിലും ഒരു പങ്കാളി വരച്ചിട്ടും കാര്യമില്ല, അത് മറ്റേയാൾ അംഗീകരിച്ചില്ലെങ്കിലും പോയി. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആദ്യം എടുക്കുന്നത് 90% പുരുഷന്മാരാണ്. പക്ഷേ സ്ഥലത്ത് മാത്രം പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള അതിലേക്ക് കടക്കാൻ അവർ ആദ്യം മുൻകൈ എടുക്കും. പക്ഷേ ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ 80% മുൻകൈ എടുക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അതിന് കാരണം എന്തായിരിക്കും? ആണിന് ഇത് പ്രവേശിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു താൽക്കാലിക തൃപ്തി, അത് മടുപ്പ് അനുഭവപ്പെടുമ്പോൾ അവൻ അതിൽ നിന്ന് പിൻവലിയാൻ തുടങ്ങും. അത് അവൾ അറിയും. അവൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരും. അത് സെക്സ് അല്ല, അവൾക്ക് വേണ്ടുന്ന പരിഗണന അംഗീകാരങ്ങളൊക്കെയാണ്. അത് കിട്ടാതെ വരുമ്പോൾ അവൾ എന്തു ചെയ്യും? പിൻവലിഞ്ഞ് അവൾ തന്നെ മുൻകൈ എടുത്ത് ഡിവോഴ്സിലേക്ക് സ്വാഭാവികമായും അത് കടന്നു പോകും. അതിനു മുമ്പ് ഒരുപാട് സന്ദർഭങ്ങളിൽ അവൾ പറയുന്നുണ്ടാവും, പരാതികളായും പരിഭവങ്ങളായും, എന്നെ കേൾക്കൂ, എന്നെ മനസ്സിലാക്കൂ, എന്നെ അംഗീകരിക്കൂ, ദയവായി എന്നെ ഇത് മനസ്സിലാക്കൂ, എന്നെ സ്നേഹിക്കൂ. പക്ഷെ അവൻ ചെവി കൊള്ളാതെ ഒടുവിൽ അവൾ ഒരു ഐസൊലേഷനിലേക്ക് പോകും. അവസാനം അവൾ തന്നെ മുൻകൈ എടുത്തിട്ട് ഡിവോഴ്സിലേക്ക് പോകും. ഡിവോഴ്സ് അധികവും മുൻകൈ എടുക്കുന്നത് സ്ത്രീകളാണ് കൂടുതലും. പക്ഷെ ഇപ്പോൾ ഈ സാഹചര്യം മുൻകൈ അവൾ താല്പര്യത്തോടെ എടുക്കുന്നതല്ല,
വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എടുക്കുന്നത്. വഴിയില്ല. അവൾക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ട് കിട്ടേണ്ടത് എന്താണ്? പരിഗണനയാണ്. അവഗണിക്കപ്പെടുക എന്ന് പറയുന്നത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന, സ്വന്തം ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയിലാണ് അവഗണനയെ ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ വായിച്ചെടുക്കുന്നത്. ഒരുപക്ഷെ പഴയ ഗോത്രകാലത്ത് നമ്മുടെ ജീവിത രീതി കൊണ്ടുവന്ന ഒരു പ്രത്യേക സ്വഭാവമായിരിക്കും അത്. ഒരു ഗോത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ. ഇന്നത്തെ പോലെ ജനസമൂഹം അത്രയും വളർന്ന് വികസിക്കാത്തൊരു കാലമാണ്. ഇപ്പോൾ ആ കാലത്ത് ഗോത്രത്തിൽ നിന്നുള്ള പുറത്തുപോക്ക് അവഗണനയാണ്, പുറന്തള്ളുവാണ്, അവഗണനയാണ്. ആ അവഗണനയെ സ്വന്തം അസ്തിത്വത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നായിട്ടാണ് ആ കാലം, ദീർഘകാലം നീണ്ടു നിന്ന മനുഷ്യൻ്റെ മസ്തിഷ്കം വായിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരാൾ നമ്മെ തല്ലിയാലോ ഉപദ്രവിച്ചാലോ ഉണ്ടാകുന്ന തീവ്രമായ നൊമ്പരത്തേക്കാൾ അവഗണന നൊമ്പരമായി തീരുന്നത്. നമുക്ക് ഏറ്റവും വലിയ നൊമ്പരമായി, മെൻ്റൽ ട്രോമയായി ഒരാളെ ബാധിക്കുന്നത് അയാൾക്ക് ഏൽക്കുന്ന മറ്റ് ശാരീരിക ആഘാതങ്ങളല്ല, അല്ലെങ്കിൽ വലിയ മറ്റ് ഇൻസിഡൻസ് ഒന്നുമല്ല. അയാളിലേക്ക് അയാൾ അറിയാതെ കടന്നു വന്ന അവഗണനകളാണ് ഒരു മനുഷ്യനെ ഏറ്റവും ആഴത്തിൽ മുറിപ്പെടുത്തുന്നത്. അതവൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന നിലയിലാണ് അവൻ കാണുന്നത്. അവിടെയാണ് ഈ പെണ്ണ് അവഗണിക്കപ്പെടുന്നു എന്ന് നിരന്തരം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ബ്രേക്കപ്പിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ പുരുഷനാണ് ഈ ബ്രേക്കപ്പുകളിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം സ്ത്രീ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ അവർ പതിയെ ഇതിനകത്ത് വലിഞ്ഞു ഗ്രാജുവലിയാണ് അവർ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നത്. പക്ഷെ പുരുഷൻ ഒരിക്കലും അത് അറിയാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അവർ ഈ ആദ്യം പറഞ്ഞ ടേക്കൺ ഫോർ ഗ്രാൻഡ് ഉള്ളതുകൊണ്ട് ഇത് ശരിയായിക്കൊള്ളും, ഇത് നന്നായിക്കൊള്ളും, ഇതുപോലെ സഹിച്ചുകൊള്ളും എന്ന് വിചാരിക്കും. പക്ഷെ കുറേ സമയം കഴിയുമ്പോൾ പുരുഷൻ തിരിച്ചറിയും സ്ത്രീ ഇതിൽ നിന്ന് കംപ്ലീറ്റായി പിന്മാറിയിരിക്കുന്നു. ആ സമയത്ത് ഈ പുരുഷൻ പിന്നീട് എത്ര ശ്രമിച്ചാലും സ്ത്രീയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക. ആ സാഹചര്യങ്ങളിലാണ് ഒരാൾ മാത്രം കുറേ ശ്രമിക്കുകയും തിരിച്ചു വരാൻ മറ്റേ ഒട്ടും ശ്രമിക്കാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷനായി മാറുകയും അതൊരിക്കലും വർക്കാകാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബന്ധം അവസാനിച്ചു എന്ന് തോന്നുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ അവസാനിച്ചത് തോന്നുന്നതിന് മുമ്പ് അത് സാൽവേജ് ചെയ്യാൻ, രക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക? അതെയോ ഈ ബന്ധം മുന്നോട്ട് പോകണമോ പോകണ്ടയോ എന്ന് ഒരു തീരുമാനമെടുക്കാൻ എന്തെല്ലാമായിരിക്കാം സഹായിക്കുന്നത്? പലപ്പോഴും ഇപ്പോൾ പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം ആദ്യത്തെ അവഗണനകൾക്കൊടുവിലാണ് അവൾ തിരിച്ചു പോകുന്നത്. ഇനി മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല, മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഈ വ്യക്തിയുടെ ഒപ്പം. അവൾ പൂർണ്ണമായിട്ടും അവളുടേതായൊരു സ്പേസിലേക്ക് ഒതുങ്ങും, കമ്മ്യൂണിക്കേഷനെല്ലാം അവസാനിപ്പിക്കും. അതോടുകൂടി ഇവന് അവളെ ബന്ധപ്പെടാനുള്ള എല്ലാ വഴികളും അടയും. ആ നിമിഷം മുതൽ അവൻ അവഗണന, അതിൻ്റെ തീവ്രമായ നൊമ്പരം അനുഭവിക്കാൻ തുടങ്ങും. ആ നിമിഷം മുതൽ അവൻ ഒറ്റപ്പെടൽ അനുഭവിക്കും, അതിൻ്റെ തീവ്രത അനുഭവിക്കും. അപ്പോഴാണ് അവൻ കുറ്റബോധത്തിലേക്ക് വഴുതി വീഴുന്നത്, പശ്ചാത്താപത്തിലേക്ക് വഴുതി വീഴുന്നത്. ഈ കുറ്റബോധത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും അവൻ തിരിച്ചറിയുകയാണ്, ചെയ്യരുതായിരുന്നു, തൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി. അതെല്ലാം തൻ്റെ ഭാഗത്ത് വന്ന ഗുരുതരമായ പാളിച്ചകളാണ്. അവിടെ നിന്ന് അവൻ സ്വയം തിരിച്ചറിയാണ്, മാറിയിട്ട് അവളെ എനിക്ക് തിരിച്ചെടുക്കണം. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിട്ടുണ്ടാവും. ഇവളെന്ത് ചെയ്യും? എല്ലാ വാട്സപ്പാണെങ്കിലും ഫോൺ വഴിയുള്ള ബന്ധങ്ങളാണെങ്കിലും എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ഇട്ടിരിക്കുകയായിരിക്കും. ഇവളുടെ വീടുമായിട്ട് ബന്ധപ്പെടാൻ പോലും വഴിയുണ്ടാവില്ല. അപ്പോഴേക്കും വൈകിപ്പോയിട്ടുണ്ടാവും. ഈ സന്ദർഭത്തിലായിരിക്കും ഇവൻ ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്തുകൊണ്ട് വരുന്നത്. ഒരു ലോങ് പ്രോസസ്സിലൂടെ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, പക്ഷേ സമയമെടുക്കും. ഈ വ്യക്തി പഴയ ആളല്ല, പുതിയൊരാളായി മാറി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും, അല്ലെങ്കിൽ പുതിയൊരു ജീവിതം ഇതുവഴി സാധ്യമാകുമെന്ന് അവൾക്കൊരു പ്രതീക്ഷ കൊടുക്കുന്ന ഘട്ടം വരെ ഒരു ലോങ് ഡെഡിക്കേഷൻ ആവശ്യമാണ്.